ദീർഘദർശികളായ എഴുത്തുകാരുടെ സൃഷ്ടികൾ കാലാതിവർത്തികളാണ്. ഒ.വി. വിജയന്റെ ധർമ്മപുരാണം അന്നും ഇന്നും എന്നും പ്രസക്തം. കൊച്ചി ലോകധർമ്മി നാടകവേദിയുടെ വാക്കരങ്ങ്. അറിവിന്റെ ആനന്ദത്തിൽ അവർ കാത്തിരുന്നു. എന്നാൽ ധർമ്മപുരിയിൽ ശാന്തിഗ്രാമത്തിൽ തന്റെ അരമനയിൽ ഈ സൗരസ്വത്വങ്ങളുടെ വിദൂര സാന്നിധ്യം അറിഞ്ഞ പ്രജാപതി അസ്വസ്ഥനായി. ഭയം അയാളുടെ കുടലുകളെ ഞെരിച്ചു. പ്രജാപതിക്ക് തൂങ്ങാൻ മുട്ടി. സാമ്രാജ്യവാദികൾക്ക് നമ്മുടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ എന്താ സാഹിബേ ഇത് പുഴുവാണെന്ന് പറയുന്നത് സാമ്രാജ്യ മാധ്യമങ്ങളുടെ പ്രചരണമാണ്. ഇത് പുഴുവല്ല, സർപ്പമാണ്. പ്രജാപതിയുടെ വിസർജന സമ്പത്തിൽ ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ ആടിക്കളിക്കാറുണ്ട് എന്നതാണ് സത്യം. പുനർജന്മമെടുത്ത തക്ഷകനാണ്. തക്ഷകസർപ്പം സിന്ദാബാദ്, തക്ഷകസർപ്പം സിന്ദാബാദ്, തക്ഷകസർപ്പം സിന്ദാബാദ്, സർപ്പം സിന്ദാബാദ്, തക്ഷകസർപ്പം സിന്ദാബാദ്. അതിന്റെ ഭാരം താങ്ങാൻ വയ്യാതെ ഒരു രാത്രി സിദ്ധാർത്ഥൻ യാത്ര തുടങ്ങി. ആദ്യം കുതിരപ്പുറത്ത്, പിന്നെ പാദരക്ഷയില്ലാതെ
അതിരുകളില്ലാത്ത സാമ്രാജ്യത്തെ തേടി രാജാവ് സ്ഥലങ്ങളിലൂടെയും കാലങ്ങളിലൂടെയും അലഞ്ഞു. ഒന്നിനു പിന്നൊന്നായി എണ്ണമറ്റ ഗുഹാകവാടങ്ങളിൽ സിദ്ധാർത്ഥൻ മുട്ടിയൊടിച്ചു. അതിരുകളില്ലാത്ത സാമ്രാജ്യം എവിടെയാണ്? അകലെ താഴെ കാലം ഇരമ്പിയൊഴുകിട്ട് നോക്കിയിരുന്നു. സ്വന്തം ശരീരങ്ങളെ വ്യയം ചെയ്ത കാവലാളുകളുടെ കുടിമുടികളോളം കയറി ചെന്ന സിദ്ധാർത്ഥൻ പറഞ്ഞു, എന്റെ രാജ്ഞിയെ പോലും ഉപേക്ഷിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. സിദ്ധാർത്ഥൻ ഏറെ നടന്നു. യാത്രാക്ലേശം കയ്യും കാലും ഓടിച്ചു. കയ്യിലും കാലിലും ആ ക്ലേശത്തിന്റെ മധുരമായ അധ്യയനം. അയാൾ ഒരാൽമര ചുവട്ടിലെത്തി. സന്ധ്യ ഒന്നുകൂടി പതുക്കുകയും സന്ധ്യയുടെ ചെറുസസ്യങ്ങൾ ഇല കൂമ്പുകയും ചെയ്തപ്പോൾ സിദ്ധാർത്ഥൻ ധ്യാനിക്കാൻ നിന്നു. ആൽമരത്തിലെ മേലാപ്പിൽ കൂടുപറ്റുന്ന പക്ഷികൾ 100 കൂട്ടം മധുസ്വരങ്ങൾ പുറപ്പെടുവിച്ചു. പുൽക്കൊടികൾക്കിടയിൽ മലതല്ലിയുകയാണ്. പിന്നെ സൂക്ഷ്മതരംഗങ്ങളായി കേൾവിക്കുമപ്പുറത്ത് വട്ടമിട്ടകന്നു. അയാൾ എഴുന്നേറ്റു. സന്ദേഹിയും ദുഃഖിതനുമായ രാജാവിന്റെ അണ്ടമുടയവയായിരുന്നു. ഉടഞ്ഞ ചില്ലകളിൽ കൈയൂന്നി എഴുന്നുകൊണ്ട് ജ്യോതിർജിതനായ ബോധിസത്വൻ ആദിമ ജിജ്ഞാസയിൽ ചുറ്റും നോക്കി. മകളെ, നീ ആരാണ്? ആര്? ഞാനോ? ഞാൻ കനകലത. ആരുടെ മകളാണ്? കനകലതയുടെ. നിന്റെ കയ്യിൽ എന്താണ്? നിന്റെ കല്ലിൽ താടിയോല. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കാക്ക. കാക്ക. तुम्हारे कांजनमाल कस्या पुत्री कनकलदाय किन्ते हस्ते ताली पत्रम आवारे പട്ടാളക്കാരാ, അങ്ങ് യുദ്ധത്തിന്റെ ഭാഗവും വരെ നടക്കുന്നു. നിങ്ങൾ എന്താ വിളിച്ചത്? പട്ടാളക്കാരാണോ? ക്ഷമിക്കണം ശ്രീമൻ, ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞു? കുറച്ചൊന്നുമല്ല തെറ്റി പറഞ്ഞത്. ഈ ധർമ്മപുരിയിൽ യുദ്ധങ്ങളില്ല, ദുഃഖം മാത്രം. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ. നിങ്ങൾ പുറംനാട്ടുകാരനാണോ? അതെ, ഞാൻ വളരെ അകലെ നിന്നാണ്. ഏതാണ് നിങ്ങളുടെ രാജ്യം? രാജ്യം? എനിക്ക് രാജ്യമില്ല ശ്രീമൻ. എന്തൊരു കഷ്ടം. ശ്രീമൻ, ഞാനൊരു വിചിത്രമായ തൊഴിലായിരുന്നു. ആ തൊഴിൽ അവരത്രയും രാജ്യം രാജ്യം എന്ന് പറഞ്ഞു എന്റെ മനസ്സ് മടുത്തു. ഞാൻ അറിവന്വേഷിച്ച് യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചു. നിങ്ങളുടെ തൊഴിൽ എന്താണ്? അത് രാജാവിന്റെ തൊഴിലായിരുന്നു. രാജാവിന്റെ തൊഴിലോ? രാജാവെ, നിങ്ങൾക്ക് മാനസിക രോഗമാണ്. എന്റെ കൂടെ വരും, ഞാൻ ചികിത്സിക്കാം. കനകലേ, എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ രാജാവ്. എനിക്ക് കണ്ണുകളില്ല സിദ്ധാർത്ഥ. ഈശ്വര, ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ ആരും എനിക്ക് ജീവകങ്ങൾ തന്നില്ല. പകരം അവരവരുടെ സൈന്യത്തെയും യുദ്ധത്തെയും ഊട്ടി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി സിദ്ധാർത്ഥ. കനകലേ, तुम वाले
കാഞ്ചനമാല കസ്യാ പുത്രി കനകലദായ കിം തേ ഹസ്തേ താളീപത്രം കഹവാലേഖ ഒരു സജീവ സമ്മേളനം. ദേശീയ പതാക കൊണ്ട് കോണകമെടുത്ത് മറ്റുടുതുണികളില്ലാതെ പ്രജാപതി ഒരു കട്ടയിൽ കിടക്കുന്നു. നമ്മുടെ കക്ഷിയെങ്ങാത്ത ഒറ്റ നമ്മൾ എന്ത് ചെയ്യും? ശരി പറയില്ല സംയുക്ത നാളെ പാണ്ഡിക ശാല എത്ര അവർക്ക് കൊടുക്കാതിരിക്കുന്ന പ്രജാപതി വാവിട്ട് കരഞ്ഞു. പിന്നെ നിലവിളി നിർത്തി. സാമ്രാജ്യ വിരോധത്തിന്റെ പ്രതിരോധ ധീരതകൾ വീണ്ടെടുത്ത് കൈകൾ പുറകിൽ കെട്ടി അധോമുഖനായി തലങ്ങും വിലങ്ങും നടന്നു. അങ്ങനെ നടക്കവേ ഇരുണ്ട വ്യഥകളും ത്രാസങ്ങളും കുറിച്ചുകൊണ്ട് വട്ടെഴുത്തുകളും കോലെഴുത്തുകളും അദ്ദേഹത്തിന്റെ പൃഷ്ഠത്തിൽ നിന്ന് പുറത്തു വന്നു. പിന്നെ പ്രജാപതി ഈ ചെറു കൂറ്റൽ നിർത്തി മറ്റൊന്നിന് തയ്യാറെടുത്തുകൊണ്ട് നിന്നു. മന്ത്രിമാർ കിടിലം കൊണ്ടു. ഒരു പ്രഖ്യാപനം ഉണ്ടാക്കാൻ പോകുകയാണ്. പ്രജാപതി മുറിയുടെ നടുവിൽ നിന്നു മുട്ടി ചുരുട്ടി ഒന്ന് കുനിഞ്ഞ് പ്രജാപതി കൂവി. ഒരു പെരിച്ചാഴിയോളം പോന്നൊരു കണ്ടി പുറത്തു ചാടി. പ്രതിസന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രക്ഷേപണിയിലൂടെയും പത്രങ്ങളിലൂടെയും വാർത്ത ധർമ്മപുരിയിൽ പടർന്നു. രാഷ്ട്രത്തെ ശത്രു വളഞ്ഞിരിക്കുകയാണ്. മല കടന്നും ആകാശത്തിലൂടെയും കടലിനടിയിൽ നിന്നും ശത്രു സഖ്യത്തിന്റെ അവതാര പരമ്പരകൾ
ശാകുന്തളത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ മഹാഭീഷണി തീരുവോളം തെരഞ്ഞെടുപ്പില്ല. അതുവരെ ഭരണകൂടം പറയുന്നതല്ലാതെ ഒന്നും തന്നെ പത്രങ്ങളിൽ എഴുതിക്കൂടാ. ഭരണകൂടത്തിന് ആരെ വേണമെങ്കിലും എത്ര നാൾ വേണമെങ്കിലും കുറുങ്കിലിടാം, കൊല്ലാം. കോടതികൾ ഇടപെടില്ല. ഇനി മുതൽ പോലീസുകാർ ന്യായാധിപന്മാരെ ശ്മശ്രു എന്ന് വിളിച്ചുകൊള്ളൂ. തിരിച്ച് ന്യായാധിപന്മാർ ഇറാൻ എന്ന് പറയണം. രാത്രിയിൽ ആയിരക്കണക്കിന് പരവാസികളെ പൊക്കിയെടുത്തുകൊണ്ട് പോലീസിന്റെ കറുത്ത വണ്ടികൾ നിലവിളിച്ചു പാഞ്ഞു. രാത്രിയിൽ പലയിടങ്ങളിലും വെടിമുഴങ്ങുകയും തീ ആളി പിടിക്കുകയും ചെയ്യുന്നത് കണ്ട വിശ്വാസികൾ ശത്രുവിന്റെ പുറപ്പാടറിഞ്ഞു. പാതിരാവിൽ പ്രക്ഷേപണിയിലൂടെ പ്രജാപതി ജനങ്ങളോട് സംസാരിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്നെ അർപ്പിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്നിൽ ഒളിഞ്ഞിരിക്കട്ടെ. കാരണം അവ അപഹരിക്കാൻ വേണ്ടിയാണ് ശത്രുക്കൾ ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. ആയതിനാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അസ്തമയം നീരൊഴുക്കിൽ കലർന്നു. പതുക്കെ പതുക്കെ ഒഴുക്ക് തീരത്തിന്റെ മണ്ണുകളെ കവർന്നു. യാനവയുടെ തീരത്ത് സിദ്ധാർത്ഥൻ തരിച്ചിരുന്നു. യുദ്ധം വീണ്ടും കത്തിപ്പിടിക്കുന്നു. എല്ലാം കലുഷമാകുമ്പോൾ, എല്ലാം അവസാനിക്കുമ്പോൾ അവരുടെ നിരന്തരമായ ആവിർഭാവത്തിലൂടെ ജാഹ്നവി സ്വയം പുതുക്കുന്നു. അവരുടെ സമൃദ്ധമായ കാമങ്ങളിൽ, വസുക്കളുടെ ചോരക്കറവുകളിൽ അവർ നിറഞ്ഞു നിറഞ്ഞിരുന്നു. രാജാവ് മുഴവക്കാത്തിനോട് ധ്യാനിച്ചു. ജ്ഞാനത്തിന്റെ സംക്രമണത്തിൽ താൻ പോയെത്തിയത് എവിടെയാണ്? തന്റെ മുന്നിൽ മാനം മുട്ടുന്ന മാളിക. എത്ര നിലകളാണ്? 7 നിലകൾ. 7 മുകളിൽ 7. അവയ്ക്ക് മുകളിലേക്ക് നോക്കിയ സിദ്ധാർത്ഥന് തല ചുറ്റി. മാളികയുടെ മുകൾ നിര കാറുകളിൽ നഷ്ടപ്പെട്ടിരുന്നു. ആർക്കു വേണ്ടിയാണ് സേനാധിപതികളെ? പറയൂ. ഈ ചോദ്യം ഇതുവരെ ആരും ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. ചോദിക്കേണ്ടതില്ല. അങ്ങനെ യുദ്ധത്തിന്റെ അശ്ലീലവും സിദ്ധാർത്ഥന്റെ അന്വേഷണവും ജാഹ്നവിയുടെ നിരന്തരമായ ഒഴുക്കിൽ കടന്ന് ധർമ്മപുരാണം മുന്നോട്ട് പോകുന്നു. അവസാനത്തെ അധ്യായം, അവസാനത്തെ പടയാളി. ദൂരെ പുഴയോരത്ത് സിദ്ധാർത്ഥനും പരാശരനും സൈന്യത്തെ അവർ അത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. എന്തിനാണ് അങ്ങ് ഈ വഴി ഇത്രയും നടത്തിച്ചത്? പരാശര, അങ്ങ് ദുർബലനാവുകയാണ്. സിദ്ധന്മാരെ പിൻപറ്റിയാൽ പരാജയത്തിന് കാരണമാകും. എനിക്കത് മനസ്സിലാക്കണമായിരുന്നു. പരാശരൻ അകലെ നഗരത്തിന്റെ ചക്രവാളത്തിലേക്കുന്നു. തെളിഞ്ഞ ആകാശത്തിലേക്ക് വീണ്ടും പുകച്ചുരുന്ന് ഉയരുകയായി. കാണെ ആകാശം ചെളിപിടിച്ചു. യന്ത്രശാലയുടെ ആദ്യത്തെ വിസർജനം പുഴയുടെ തെളിനീരിന് മേൽ പേരോടിച്ചെത്തി. ചക്രവാളത്തിൽ നിന്ന് മുഖം തിരിച്ച് പരാശരൻ സിദ്ധാർത്ഥനെ നോക്കി. രാജാവിനെ കാണുക. പിഞ്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണമായിത്തീരുന്നു. സുന്ദരിമാർ വിധവകളായിത്തീരുന്നു. സൈനികർ ശക്തന്മാരായിത്തീരുന്നു. പരാശര,
പരിഭ്രാന്തികളുടെ ലീലകൾ മാത്രമാണ്. അങ്ങ് തന്നെയാണോ ഈ പറയുന്നത്? അതെ, ഞാൻ തന്നെ. പിണനായ നേതാവും നിരർത്ഥമായ യുദ്ധത്തിൽ ചെന്ന് മരിക്കുന്ന മന്ദവതിയായ പ്രജയും സിദ്ധന്മാരാണ്. അതെ, അവർ ആവിർഭവിക്കുന്നതും ആത്മാഹുതി ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ചരിത്രത്തിലല്ല, അവരുടെ പിറവി അനാദിയായ കാലത്താണ്. വരൂ, വരൂ, വരൂ. ഗുരുവേ, അങ്ങക്ക് പോകാനായല്ലോ. പരാശര, ഞാൻ എന്നും ഈ നദീതടത്തിൽ നിനക്കായി നിലകൊള്ളും. സ്വസ്തി. പരാശരൻ ഇരുന്നു. പരാശരൻ നിശ്ചയസ്ഥനായി. സിദ്ധാർത്ഥൻ ജാഹ്നവിയുടെ തീരത്തിലൂടെ അസ്തമയത്തിലേക്ക് നടന്നു. അസ്തമയത്തിലേക്ക് നോക്കിയ പരാശരന്റെ കണ്ണിൽ തണുത്ത വെയിൽ നിറഞ്ഞു. കണ്ണു നിറഞ്ഞു. കണ്ണു മങ്ങി. മുടിയുടെ എല്ലാം വീണു. കണ്ണ് വീണ്ടും തുറഞ്ഞപ്പോൾ ആ ചുവന്ന പാറയിൽ ആരും ഉണ്ടായിരുന്നില്ല. പരാശരൻ ഉണർന്നു. എത്ര ഉറങ്ങി അറിഞ്ഞില്ല. ബോധിസത്വന്റെ കണ്ണീര് പോലെ തന്റെ പേർ മഴ പെയ്യുകയും വരളുകയും ചെയ്തിരുന്നു. സൂര്യൻ ഉയരുകയും അസ്തമിച്ചുദിച്ച് പിന്നെയും അസ്തമിക്കുകയും ചെയ്യുന്നു. പരാശരൻ ജാഹ്നവിയുടെ തീരത്ത് നിന്നു. അപ്പോഴാണ് ഒടുങ്ങിനെ അയാൾ ആ മരം കണ്ടത്. പരാശരന്റെ മുകളിൽ അപാരമായ വടവൃക്ഷം പടർന്നു നിന്നു. പരാശരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പരാശരൻ മരത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി. പരാശരൻ മരത്തെ കെട്ടിപ്പിടിച്ചു. പരാശരൻ അലമുറങ്ങി. ഗുരുവേ, അങ്ങനെ ഇരുന്നിട്ട് ഓരോ ഇലയും കൊമ്പും മനസ്സിലാകാതെ പടനായകൻ അതിന്റെ തിരകളിൽ മുങ്ങിപ്പൊങ്ങി. പരാശരൻ പ്രലപിച്ചു. കാണിച്ചു തരിക. ഗുരുവേ, കാണിച്ചു തരിക. വടവൃക്ഷം നിശബ്ദമായി. അരികിലൂടെ സനാതനയായ ജാഹ്നവി ഒഴുകി കടന്നു. ഒറ്റയ്ക്ക് പടനായകൻ ആ മഹാസസ്യത്തിന്റെ ചുവട്ടിലിരുന്നു. മൃഗസൃഷ്ടിയുടെ തീരാദുഃഖത്തിൽ പരാശരൻ പിന്നെയും പിന്നെയും കരഞ്ഞു. അയാളുടെ ചുമലിൽ ഞാൻ കിടന്ന ആയുധം ഒരു തീരെ പോലെ ഉറങ്ങി. ധർമ്മപുരാണം ചരിത്രത്തിന്റെ കാരുണ്യം നിറഞ്ഞ വസ്ത്രാക്ഷേപം. വാക്കരങ്ങിൻ്റെ അരങ്ങിലും പിന്നണിയിലും പ്രവർത്തിച്ചവർ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.